ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സാമ്പാർ വയ്ക്കാമേ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചട്ടിയിലോട്ടാണ് ഞാൻ സാമ്പാർ വെക്കുന്നത്. പരിപ്പ് കഴുകി സാധാരണ വെള്ളത്തിലിട്ട് വേവിച്ച് പരിപ്പ് നല്ലതായിട്ട് വെന്ത് വരുമ്പോൾ അതിനകത്തോട്ട് പച്ചക്കറി ആഡ് ചെയ്യുക. പച്ചക്കറി നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ഇടാം. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് മുരിങ്ങയ്ക്ക, പീച്ചിങ്ങ, വഴുതനങ്ങ, ഉള്ളി, ക്യാരറ്റ് ഇത്രയും സാധനങ്ങളിട്ടാണ് ഞാൻ വെക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും കരിയാപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയം ഉപ്പിടണ്ട. അത് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഉപ്പും പുളി ഇട്ടേച്ചാൽ മതി. അത് കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തു. അപ്പം നമുക്ക് പുളിക്ക് ആവശ്യമായ തക്കാളി, ഉപ്പും ഒരു 2 പച്ചമുളകും കൂടെ കീറിയതും ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കണം. പുളിയും ഉപ്പും എല്ലാം കഷ്ണത്തിലൊക്കെ പിടിക്കുന്നിടം വരെ നമ്മൾ നന്നായിട്ടിട്ട് തിളപ്പിക്കണം അടച്ചു വെച്ച്. അതിന് ശേഷം നന്നായിട്ട് അതിലെല്ലാം പിടിച്ച് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കത് വാങ്ങി വയ്ക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കത് വാങ്ങി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ കടുക്, മുളക് പൊടിയൊക്കെ ചേർത്തെടുക്കണ്ടേ. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് വഴറ്റുക. കരിയാപ്പില ഇടുക. സാമ്പാറിന് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടിയും കൂടെ തുള്ളി ഇടാം. മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നന്നായി ആ ചെറിയ തീയിലിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ആവശ്യത്തിന് നമുക്ക് എത്രയും ചാറ് വേണോ അത്രയും ചാറും കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് വീണ്ടും അടുപ്പത്ത് വെച്ച് വീണ്ടും തിളപ്പിക്കാം. വീണ്ടും തിളപ്പിച്ച് നന്നായിട്ട് ആ ചാറ് വറ്റി കുറുകി വരുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാകും. അത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ സാമ്പാർ. ഓക്കേ, ബായ്.